ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. നമസ്കാരം. ഞങ്ങൾ ഇത്തവണ വീണ്ടും ശ്രീമതി ഷീബാലാലിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും വേണ്ടി വന്നിരിക്കുകയാണ്. നമസ്കാരം ശ്രീമതി ഷീബാലാൽ. ഇത് രണ്ടാമത്തെ തവണയാണ് ശ്രീമതി ഷീബാലാലുമായിട്ടുള്ളൊരു അഭിമുഖം ശരിയായിട്ട് വരുന്നത്. നേരത്തെ വന്നപ്പോൾ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു ക്ഷേമകാര്യത്തിൽ. പക്ഷെ ഇത്തവണ വരുമ്പോൾ കൗൺസിലർ ഷീബാലാണ്. ഈ അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഒരു തീരുമാനം എങ്ങനെയാ വന്നത്? നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ 2.5 വർഷക്കാലം പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇപ്പൊ 4 വർഷം പിന്നിടുമ്പോൾ നമ്മളോട് പാർട്ടിയുടെ തീരുമാനം എന്ന നിലയിൽ മാറണമെന്ന് പറഞ്ഞു. അത് നമ്മളനുസരിച്ചു. പക്ഷേ ഈ 2.5 വർഷക്കാലം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പാർട്ടിയുടെ അല്ലെങ്കിൽ LDF-ന്റെ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു ഒരു പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് ഷീബാലാൽ ഒഴിയും എന്ന് ആരും പ്രതീക്ഷയില്ല. കാരണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ എന്താണ് അതിന്റെ പ്രസക്തി എന്നറിയിച്ച ഒരാൾ എന്ന നിലയിൽ ഇടതു മുന്നണി ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമെന്നാണ് പൊതുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ ഈ നഗരസഭയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ നീക്കം, അതിന് പിന്നിലെന്താ? മുന്നണി തീരുമാനം അത് തന്നെയാണ് പറയാനുള്ളത്. എന്നോട് എൻ്റെ ജില്ലാ പ്രസിഡന്റ് അത് പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. അത് പാർട്ടി പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, സാധാരണ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ ചെയർമാന്റെ ഒഴിവ് എന്നുള്ളത് അല്ലെങ്കിൽ ഒഴിയുന്നു എന്നുള്ളത് പോലെയല്ല ഷീബാലാലിനെ സംബന്ധിച്ചിടത്തോളം. ഷീബാലാല് ഇപ്പൊ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് മാറിയ ഒരു സമൃദ്ധി പദ്ധതിയുടെ ഒരു ഉപജ്ഞാതാവ് എന്ന രീതിയിൽ ഒരിക്കലും ഇങ്ങനൊരു പടിയിറക്കം ഒരുപക്ഷെ താങ്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ പൊതുജനം അത് പ്രതീക്ഷിച്ചിട്ടില്ല. പൊതു രാഷ്ട്രീയം അത് പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുണ്ടാവും. പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിന് താങ്കൾ എങ്ങനെയാണ് അത് കാണുന്നത്? മുന്നണിയുടെ തീരുമാനപ്രകാരം ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. മുന്നണിയുടെ തീരുമാനപ്രകാരം മാറണമെന്ന് പറയുമ്പോൾ നമ്മളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നോട് എന്റെ മുന്നണി പറഞ്ഞപ്പോൾ ഞാൻ അതാണ് മുന്നണി മര്യാദ. അതെ, മുന്നണി മര്യാദ അതാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പോ CPI പിന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഇതേപോലെ 2.5 വർഷം CPIക്ക് കൊടുക്കാമെന്നുള്ള ധാരണ ഉണ്ടായതായിട്ടാണ് പറയുന്നത്. ഇപ്പൊ CPIക്ക് എന്നിട്ട് അത് കഴിഞ്ഞിട്ടും കൊടുക്കാതെ വന്നപ്പോൾ ഒരു കടുംപിടുത്തം ഉണ്ടായി. ആ കടുംപിടുത്തത്തിന്റെ ഭാഗമായിട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയപ്പോൾ കൂടെ ഒരാളും കൂടി പോകട്ടെ എന്ന് കരുതിയിട്ടാണ്. താങ്കൾക്കറിയാലോ, ഞാൻ വലിയ രാഷ്ട്രീയക്കാരത്തിയല്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. വലിയ രാഷ്ട്രീയമൊന്നും. കഴിഞ്ഞ തവണ ജയിച്ചു, പിന്നീട് വീണ്ടും മത്സരിപ്പിച്ചു, വീണ്ടും ജയിച്ചു. അത് മാത്രമല്ല, ബാക്കി രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളുമല്ല. ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ടുമില്ല. ഇപ്പോ താങ്കൾക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ എന്താണ് തോന്നുന്നത്? അങ്ങനെ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ ഒഴിയാൻ സാധിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞില്ല, നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഞാൻ ബഹുമാനോടെ മേയറിൽ നിന്ന് ആ ബൊക്കെ സ്വീകരിച്ച അതിനേക്കാൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അന്നൊരു 1-ാം തീയതി കൗൺസിലിന്റെ സമയത്താണ് നമ്മൾ രാജി സമർപ്പിച്ചത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഈ 4 വർഷക്കാലം പിന്നിടുമ്പോൾ 4-ാം വർഷത്തിലോട്ട് സമൃദ്ധി എന്നൊരു പ്രസ്ഥാനത്തിന് ബഹുമാനപ്പെട്ട കൊച്ചി മേയറിന്റെ ഒരാശയം തന്നെയായിരുന്നു അത്. കോവിഡ് കാലത്ത് അതിനെ മുഴുവൻ സമയവും അതിനകത്ത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അന്ന് നമ്മൾ 14 അംഗങ്ങളിൽ തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ അവിടെ ചെന്നിരുന്നുമ്പോൾ നമുക്ക് 117 പേരുണ്ട്.
ആ 117 അംഗങ്ങളെ അതിനകത്ത് 90ഓളം സ്ത്രീകളാണ്. ബാക്കി നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളി ക്ലിനീനൊക്കെ എടുത്തത് അവരുമായി ഒത്തുചേർന്ന് ഒരുമിച്ച് നിന്ന് ഏകദേശം 25 ലക്ഷത്തിൽ അധികം ഉച്ചയൂണ് മാത്രം കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പാകം ചെയ്യാനും വൃത്തിയാക്കാനും ഭക്ഷണം വിളമ്പാനും ബാക്കി എല്ലാ ജോലിക്കും എനിക്ക് അവരോടുകൂടി നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. ഇത് ശിവലാൽ പറഞ്ഞല്ലോ ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും രാഷ്ട്രീയക്കാരി ആണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള വർത്തമാനവും അല്ല, നമ്മള് ഒരു പൊതു സമൂഹത്തിന് ചെയ്യാൻ കാരണം ഇതിന്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചിട്ട് പറയാത്തത് എന്റെ ഒരു ഉത്തമ രാഷ്ട്രീയക്കാരുടെ ഒരു ലക്ഷണമാണ്. അല്ല, അങ്ങനെ താങ്കൾ പറയരുത്. കാരണം ഇപ്പൊ നിങ്ങള് ഇത്രം എന്നോട് ലോകം മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച സമൃദ്ധി എന്ന ആ ഒരു ഉച്ചയൂണ് പദ്ധതിയുടെ പ്രകാരമാണ് ഞാൻ പ്രശസ്തി ആർജിച്ച് താങ്കൾ പറയുന്നത്. എന്നിൽ ഏൽപ്പിച്ചൊരു കർത്തവ്യമാണ് അത് നമ്മള് ആരാണെങ്കിലും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ഞാൻ കുറെ കൂടി ഒരാളെ ഒരു കർത്തവ്യം ഏൽപ്പിക്കുന്നു. ആ കർത്തവ്യത്തില് ചിലര് പരാജയപ്പെടും, ചിലര് വിജയിക്കും. പക്ഷെ താങ്കളത് വിജയിച്ചു എന്ന് മാത്രമല്ല അത് 4 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു. അപ്പൊ അംഗീകാരം തരേണ്ടതിന് പകരം തലപ്പാവ് ഊരി മാറ്റുക എന്നുള്ളത് ശരിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അതിനകത്തുള്ള അംഗീകാരം ആര് തന്നില്ലെങ്കിലും അവിടെ ഒരു ദിവസം കടന്നു വരുന്ന ഏകദേശം 5000-ഓളം ആളുകളാണ് ഇന്നലത്തെ ആളുകളുടെ അംഗീകാരം ഇപ്പോഴും ശിവലാലുണ്ട്. അതിനകത്ത് ഞങ്ങൾക്കും എതിരഭിപ്രായമില്ല. ശിവലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ആളുകളുടെ വലിയ അംഗീകാരമുണ്ട്, പൊതുസമൂഹത്തിൽ വലിയ അംഗീകാരമുണ്ട്. ഇതൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷേ കൊച്ചി നഗരസഭ എന്നുള്ള രീതിയിൽ ആ നഗരസഭയുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി കൊട്ടിഘോഷിക്കുന്ന സമൃദ്ധി പദ്ധതിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള അല്ലെങ്കിൽ അത് നടത്തിപ്പുകാരിയായിട്ടുള്ള ഷീബാലാലിനെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് ഒഴിവാക്കി വിടുന്നത് ശരിയായ നടപടിയാണെന്ന് താങ്കൾ കരുതുന്നു? ഒരു തിരുത്തു ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മേയറുടെ ഇതിൽ വന്നൊരു ആശയം തന്നെയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം, വിശപ്പുരഹിത കൊച്ചി, ഒരാളും വിശന്നിരിക്കരുത് എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട് കൊച്ചിയുടെ നഗരപിതാവ് ചെയ്ത ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ക്ഷേമത്തിൽ വരുന്നത് കൊണ്ടാണ് എനിക്ക് അത് പ്രവർത്തിക്കാൻ സാധിച്ചത്. നഗരസഭയുടെ ഒരു പ്രോജക്റ്റ് എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. കുടുംബശ്രീയാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. കാരണം അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ നഗരസഭ നൽകി, അതിന്റെ ലാഭവും നഷ്ടങ്ങളും എല്ലാം നോക്കുന്നത് എല്ലാം കുടുംബശ്രീ തന്നെയാണ്. പക്ഷേ നഗരസഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയുന്ന പ്രധാന ഒരു കാര്യം സമൃദ്ധി പദ്ധതിയാണ്. അത് കുടുംബശ്രീ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നഗരസഭ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഇപ്പോഴും ശിവലാൽ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയം മാറ്റി വെക്കും. രാഷ്ട്രീയം നമുക്ക് കൂടാം. രാഷ്ട്രീയം വിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒഴിവാക്കല് അത് ശരിയാണെന്ന് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. താങ്കൾക്ക്? ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. കാരണം നമ്മൾക്ക് പണ്ടത്തെ ആളുകൾ പറയുന്നത് സ്വരം നന്നാവുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ എനിക്കുള്ള ഒരു നിയോഗം അതായിരിക്കാം. ഇത്തരം കാലം അത് വേല ചെയ്യുക, അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് താങ്കളുടെ വലിയൊരു സ്വപ്നമായിരുന്നല്ല ഈ പശ്ചിമോച്ചിൽ, പ്രത്യേകിച്ച് താങ്കൾ ജീവിക്കുന്ന പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള പ്രദേശത്ത് തന്നെ സമൃദ്ധിയുടെ ഒരു ശാഖ വേണം എന്നുള്ളത് താങ്കളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം നടപ്പാക്കാൻ ഉള്ള സമയം കൊടുക്കാതെ ഇങ്ങനെ ഒരു സമയം കൊടുക്കാതെ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നു. BPCL ആണ് നമുക്ക് അതിനുള്ള ഫണ്ട് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പൂർത്തിയായിട്ട് മതിയായിരുന്നില്ല, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ല ഈ പണിയിറക്കം. ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മളെല്ലാത്തിനും ഒരു സമയം, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണ്. അതിന്റെയൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആരെന്ത് എങ്ങനെ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേയർ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, കൊച്ചിയിലെ സമൃദ്ധി പദ്ധതികളൊക്കെ നടപ്പാക്കുകയാണ്, അതിന് ചില എതിർപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എതിർപ്പില്ലെങ്കിൽ ഉടനെ നടപ്പാവുമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ എതിർപ്പ് എന്ന് പക്ഷേ മേയർ വ്യക്തമാക്കാൻ തയ്യാറായില്ല. എന്തായിരിക്കും ആ എതിർപ്പ്? പശ്ചിമ കൊച്ചിയുടെ നമ്മള് അത് സ്ഥാപിക്കാൻ പോകുന്ന സ്ഥലം ആ ഒരു ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ളതാണ്. അപ്പൊ അതൊരു ഹെറിറ്റേജ് സോൺ എന്ന നിലയിൽ അതുപോലെ തന്നെ നിലനിർത്തണമെന്നുള്ള ചില തൽപരകക്ഷികളുടെ കാര്യമാണ് ബഹുമാനപ്പെട്ട മേയർ സൂചിപ്പിച്ചത്. പക്ഷെ അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാമെന്ന് മറ്റുള്ള ആളുകൾ റെസിഡൻസുകാരും ഒക്കെ ഉണ്ടായല്ലോ സമയം. അപ്പൊ അത് മാറ്റി കൃത്യമായി നമുക്കത് ചെയ്യാൻ സാധിക്കും.
ഈ ഹെറിറ്റേജും സമൃദ്ധി പദ്ധതിയും തമ്മിൽ എന്താണ് ബന്ധം മനസ്സിലാകുന്നത്? അത് എനിക്ക് മനസ്സിലാകാറില്ല. കാരണം അത് മാത്രമല്ലല്ലോ, താങ്കൾക്കറിയാലോ, കൊച്ചിയിലെ പല കാര്യങ്ങളും വരുമ്പോൾ പറഞ്ഞാൽ അത് പൈതൃകം എന്നും പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. അതെനിക്ക് മനസ്സിലാകില്ല. പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തോളം ചില ഹോട്ടലുകാരുടെ എതിർപ്പ് ഇതിനകത്തുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിടത്തോളം. എന്റെ ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഹോട്ടലുകാർ, അതായത് സമൃദ്ധി പദ്ധതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ളവർ സമൃദ്ധിയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ ഉച്ചക്ക്, സ്വാഭാവികമായിട്ട്. കാരണം കുറഞ്ഞ നിലവിൽ ഭക്ഷണം കഴിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ പോക്കറ്റ് കാലിയാവില്ല. അപ്പൊ അത് വലിയ വലിയ ഹോട്ടലുകൾ അല്ലെങ്കിൽ അത്തരം ഹോട്ടലുകൾ, കൊച്ചി നമുക്കറിയാലോ ടൂറിസം മേഖലയാണ്. അപ്പൊ അവിടെ കുറെ ഹോട്ടലുകൾ അവരൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ടിട്ടാണ് ഇത് വരാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കാരണം ആ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ എത്രയോ വലിയ ഹോട്ടലുകളും ചെറിയ ഹോട്ടലുകളും എല്ലാം ഉണ്ട്. അവരൊന്നും ഇത് ബാധിച്ചില്ലെങ്കിൽ കൊച്ചി പോലെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ആ സ്ഥലത്ത് ഇതെങ്ങനെ ബാധിക്കും? സാധാരണ അതിന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ സമം ശിവലാൽ എന്നുള്ളത് കൊണ്ടിട്ടാണ് എതിർക്കുന്നത്. അതങ്ങനെ തന്നെ പറയാറുണ്ട്, സമൃദ്ധി സമം ശിവലാൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സ്ഥാനം ഏൽപ്പിച്ച്, എനിക്ക് അതല്ല വേറെ ഏതെങ്കിലും എന്നെ ഏൽപ്പിച്ചാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എനിക്ക് ആ ഒരു എന്ത് ചെയ്യുമ്പോഴും ആ ഒരു പൂർണ്ണതയിൽ എത്തിച്ച് ചെയ്യണം എന്നുള്ളൊരു സ്വഭാവം. ക്ഷേമകാര്യ എന്ന് പറയുന്ന ഈ വകുപ്പുണ്ടല്ലോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന വകുപ്പ് ആളുകൾ ശ്രദ്ധിക്കാതെ ഒരു സാധനമാണ്. അങ്ങനെ ആളുകൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ക്ഷേമകാര്യം കിട്ടണമെന്ന് ആരും വാശി പിടിക്കാറില്ലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ശിവലാൽ വരുന്നു. അതിനുശേഷം ആ കമ്മിറ്റിയുടെ കീഴിൽ നടപ്പാക്കിയ വലിയ വലിയ പദ്ധതികൾ അത് ജനശ്രദ്ധയെ ആകർഷിക്കുന്നു, ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ജനകീയമാകാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് വേറെ താല്പര്യമുള്ളതുണ്ടാകും? നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏത് കമ്മിറ്റി ആണെങ്കിലും അത് നടപ്പാക്കാനുള്ളൂ. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളില് സ്ഥാനത്തിരിക്കുന്ന ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആയാലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു എല്ലാവരും അറിയപ്പെടുന്ന, അതിന്റെ കീഴിൽ ഒരുപാട് പദ്ധതികളൊക്കെ വന്നപ്പോ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ആ കമ്മിറ്റിയോട് ഒരു താല്പര്യം വന്നിട്ടുണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതേക്കുറിച്ച് എനിക്ക് ചിലപ്പോ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. നമ്മള് ചെയ്യാൻ ഏൽപ്പിക്കാണ്. കാരണം ഏത് കമ്മിറ്റിക്കാണെങ്കിലും അതിൻ്റെതായ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ സമയമെടുത്ത് ചെയ്താൽ, ഞാൻ രാവിലെ എല്ലാ ദിവസവും ഓഫീസിൽ പോകും, അതിന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. ബഹുമാനോട് മേയർക്കുള്ള നിർദ്ദേശങ്ങൾ ഞാൻ അനുസരിക്കും. എനിക്ക് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയും. ഇത് നടന്ന് അത് എല്ലാ ദിവസവും അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥാപനം ഇത്ര. അല്ലാണ്ട് തുറന്ന് അറിയാലോ, താങ്കൾക്ക് തന്നെ ഇത് തുടങ്ങിയപ്പോ തന്നെ എല്ലാരും പറഞ്ഞു 3 മാസം ഏറിയ 6 മാസം പൂട്ടിപ്പോകും. കാരണം അങ്ങനെയാണ് നഗരസഭയുടെ കുടുംബശ്രീ സംരംഭമായതുകൊണ്ട്. അന്ന് നമ്മള് 24 രൂപയ്ക്ക് അരി വാങ്ങിയ അരി ഇന്ന് ഇപ്പൊ 52 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നു. എല്ലാത്തിനും വിലക്കയറി. എന്നിട്ട് നമ്മള് ഇത്ര നാളും അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ലാഭം അല്ല, 100% ഉറപ്പായിട്ട് പറയുമ്പോ മുന്നോട്ട് പോകുന്നു. കാരണം അവിടെ ഇതിനകത്ത് ഒരു സംരംഭത്തിന് തുടങ്ങുമ്പോൾ ആ സംരംഭത്തിന് കുറെ തൊഴിലാളികളോ ജീവനക്കാരോ ഉണ്ടായതുകൊണ്ട് മാത്രം ആ സംരംഭം മുന്നോട്ട് പോകണമെന്നില്ല. അത് സ്റ്റിയറിംഗ് പിടിച്ചത് കൊണ്ടുപോകാൻ, നടത്തി കൊണ്ടുപോകാൻ, അതിന് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇടപെടാൻ ഒക്കെ കഴിയുന്ന ഒരാൾ കൂടി അതിന്റെ തലപ്പത്തുണ്ടെങ്കിൽ മാത്രമേ ആ സംരംഭം വിജയിക്കുള്ളൂ. അങ്ങനെ തലപ്പത്തിരുന്ന ഒരാളെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തലപ്പത്തല്ല വേണ്ടത്. അതാണ് നമുക്ക് പറ്റുന്ന എല്ലാ തെറ്റും. തലപ്പത്തല്ല, നമ്മ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. തലപ്പത്തിരിക്കുന്ന ആൾക്ക് അങ്ങനെ ആകാം, തലപ്പത്തിരിക്കുന്ന ആൾക്ക് കൂടെ ചേരുമ്പോഴാണ് ഇത് വിജയത്തിലെത്തുന്നത്. അല്ലാണ്ട് നമുക്കൊരു കസേരയിൽ നിന്നുകൊണ്ട് ഒരു അടിയെടുത്തോണ്ട് അവരോട് അത് ചെയ്യുമ്പോൾ നമുക്ക് അവരെ കമാൻഡ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, തൊഴിലാളികളുടെ ജീവനക്കാരുടെ കൂടെ നിന്നുകൊണ്ട്, തലപ്പത്തിരുന്നുകൊണ്ട് തന്നെ കൂടെ നിന്നുകൊണ്ട് അവരോടൊപ്പം ഇഴകി ചേർന്ന് അവരെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കാളിയായി അവരോട് വർത്തമാനങ്ങൾ പറഞ്ഞു, അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് അവരെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോയ ഒരാള് പെട്ടെന്ന് പടിയിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ശൂന്യത അനുഭവപ്പെടും. ഞാനിപ്പോ 1-ാം തീയതി രാജി സമർപ്പിച്ചെങ്കിലും ഞാൻ അവിടെ നിന്ന് പോന്നിട്ടില്ല. 2-ാം തീയതിയും പോയി, 3-ാം തീയതിയും പോയി, ഇന്ന് 4-ാം തീയതിയാണ്. 4-ാം തീയതി ഞാൻ പോയി. അവിടെ നിന്ന് ഞാൻ ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞാൻ ഇന്ന്. അപ്പൊ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല.
എന്നോട് എനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ അവിടെ പോയി അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു നിർദ്ദേശം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാത്രം മാറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് നമ്മൾ അവരെ കൂട്ടി. കാരണം കുടുംബശ്രീയുടെ ഒരു പ്രസ്ഥാനമല്ലേ, ആ സ്ത്രീകൾക്ക് അവര് നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയതിനു ശേഷം ശത്രുക്കളുടെ എണ്ണം കൂടിയോ കുറഞ്ഞ? ശത്രുക്കൾ എല്ലാവർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉള്ള പോലെ അല്ലല്ലോ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും അത് ഉണ്ടാവും, അത് സ്വാഭാവികമല്ലേ. താങ്കൾക്കില്ലേ ശത്രുക്കള്? ഉണ്ടാവും. അപ്പൊ അതുപോലെ നമ്മൾക്ക് ആരും നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ ശത്രുവാണെന്ന് ആരും പറയണില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഇപ്പൊ ശത്രു എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മളെ നോക്കി പറയുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം നമുക്കത് തിരുത്താനുള്ളൊരു സമയം. അത് മാത്രമല്ല പറയുന്നത് അല്ലെ, നമ്മളെ പോരായ്മ ചൂണ്ടിക്കാണിക്കൂല, ഇതെല്ലാം ഇതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു മനുഷ്യനെ ഈ വയോജന കിറ്റ് തുടക്കം തന്നെ പിന്നെ തുടക്കം തന്നെ അത് പാളിപ്പോയി, അല്ലെങ്കിൽ പാളിപ്പോയതല്ല, അതെ, അത് ചില കോണുകളിൽ നിന്നുള്ള എതിർപ്പ് കൊണ്ടിട്ട് അത് തുറന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതൊരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആകാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നോട് പേഴ്സണലി, കാരണം ഇന്ന സ്ഥലത്ത് നമ്മൾ എന്റെ ഒരു കർശനമായ നിലപാടുണ്ട്, ഇന്ന സ്ഥലത്ത് വെച്ച് അത് കൊടുക്കണം, അങ്ങനെ ചെയ്യണം. അപ്പൊ ഇത് ചെയ്യുന്നതല്ലേ ഇപ്പൊ നിങ്ങൾ പറയണത്, ഇത് എന്റെ അല്ലല്ലോ, ഇത് നമ്മളൊരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഇത് ആ സംവിധാനത്തിന്റെ ആണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ചെയ്യുമ്പോൾ എന്നോട് ശത്രുത തോന്നുന്ന കാര്യമില്ല. അവരത് ചെയ്യുന്ന സമൃദ്ധി നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു ഇതിന്റെ ഭാഗമാണെന്ന് കാണുന്നവരും കേൾക്കുന്നവരൊക്കെ വിചാരിച്ചാൽ എന്നോട് ഇതിന്റെ ശത്രുത. ഞാനവിടെ നിന്ന് എന്ത് നേട്ടം കൊയ്യുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. മുന്നണിയെ നയിക്കുന്ന CPIM-ന്റെ ഒരു ഇഷ്ടക്കാരിയാണ് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. കാരണം മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് കടുംപിടുത്തൊന്നുമില്ലാതെ രാജിവെക്കാൻ വേണ്ടി വന്നപ്പോൾ രാജിവെച്ചു. പിന്നെ മറ്റ് ഏതെങ്കിലും ഒരു അഴിമതിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിലോ അല്ല രാജി, മറിച്ച് മുന്നണി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു. സ്വാഭാവികമായിട്ടും CPIM-ന്റെ മുഴുവൻ സപ്പോർട്ടും ശിവലാലുണ്ട് എന്ന് ശിവലാൽ കരുതുന്നുണ്ട്. ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം എന്റെ വിശ്വാസമാണല്ലോ, എന്റെ വിശ്വാസം എനിക്ക് ഇതുവരെ തെറ്റിയിട്ടില്ല. കാരണം അത് അവര് ചെയ്യേണ്ടതും ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ട് യോജിച്ചു പോകും. ഇത് മുന്നണിയിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്ന നിലയിൽ എനിക്ക് തരേണ്ടതായ എല്ലാ പരിഗണനയും അന്നും കഴിഞ്ഞ 5 വർഷം തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 4 വർഷം നമുക്ക് തന്നിട്ടുണ്ട്, തുടർന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ അത് തുടരും. അതിന്റെ എല്ലാ പ്ലാനും പൈസ നിങ്ങൾ ബഹുമാനോട് മേയർ വാചകം തന്നെ കേട്ടതല്ലേ. അപ്പൊ ചെറിയൊരു തടസ്സം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് എന്തായാലും മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി തന്നെ അത് അതിനകത്ത് ബിൽഡിംഗ് ഉള്ളതാണ്, കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ലല്ലോ. നിലവിലുള്ള കെട്ടിടം അത് ഒന്നും കൂടെ മെയിൻറ്റെയിൻസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ. എന്നാലും മദർ കിച്ചൺ എപ്പോഴും അവിടെ സമൃദ്ധ തന്നെയായിരിക്കും. സാധാരണക്കാർക്കുള്ള 20 രൂപയുടെ ഊണ്, ബാക്കിയെല്ലാം സാധാരണ റേറ്റിൽ. കൊച്ചിയിലുള്ള ഒരു ഹോട്ടലുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എറണാകുളം നഗരത്തിൽ എത്ര തുണിക്കടകളുണ്ട്, എത്രയോ സ്വർണ്ണക്കടകളുണ്ട്. 50% ഉണ്ട്, 70% ഉണ്ട്, 100% ഓഫറുകൾ. പക്ഷെ എന്നിട്ടും എല്ലാവരും പിടിച്ചു നിൽക്കില്ല. എന്ന പോലെ തന്നെ കൊച്ചി നഗരത്തിൽ ഫോർട്ട് കൊച്ചിയിൽ സമൃദ്ധി വരുന്ന തെരഞ്ഞെടുപ്പിലും ശിവലാൽ മത്സരരംഗത്തുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ മുന്നണിയാണ് തീരുമാനിക്കുന്നത്. മുന്നണിയാണോ പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? എന്റെ ജനതാദൾ എന്ന പാർട്ടിയുടെ തീരുമാനമാണ് ഘടകകക്ഷി എവിടെയാണ് മത്സരിക്കേണ്ടത്. അതാണ് താങ്കൾക്കറിയാലോ, ഞാൻ ആദ്യം മുതൽ വന്നപ്പോഴും കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇത്തവണ വന്നപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ വന്നതെന്നുള്ളത്. നമ്മുടെ MLA-യുടെ പിന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയ റിയാദും ഇപ്പൊ പുതിയ പാർട്ടി ഏരിയ സെക്രട്ടറി ഇവരുടെയൊക്കെ മുഴുവൻ എല്ലാവരുടെ വലിയ സന്തോഷമാണ്. അവർക്ക് എല്ലാവരും എന്ത് പരിപാടിക്കുണ്ടെങ്കിൽ എന്നെ വിളിക്കും, അധ്യക്ഷ. മിക്ക എല്ലാ പരിപാടിക്കും MLA-യുടെ പരിപാടിക്ക് ഞാൻ തന്നെയായിരിക്കും അധ്യക്ഷയാവുന്നത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്ത് പറഞ്ഞാലും ചെയ്തു തരാറുണ്ട്. മുൻ ഏരിയ സെക്രട്ടറി ആണെങ്കിലും ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി ആണെങ്കിലും MLA ആണെങ്കിലും. ഇനിയിപ്പോ വരുന്ന ഒരാളുണ്ടല്ലോ, പിന്നാലെ വരുന്ന ഈ സ്ഥാനത്തേക്ക് വരുന്ന ഒരാളുണ്ടല്ലോ, ആരായിരിക്കും നമുക്കറിയില്ല. പക്ഷെ ഒരാളുണ്ടാവും സ്വാഭാവികം. അപ്പൊ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മള് അവരിപ്പോ എന്റെ കമ്മിറ്റിയിലുള്ള ആളാണെങ്കിലും
പുറത്തുനിന്ന് ആരെങ്കിലും ആണെങ്കിൽ പോലും നമ്മൾ ആരാണ് പറഞ്ഞാൽ അവരോട് ഞാൻ എന്തായാലും 6 മാസം ഇത് കഴിയുന്നവരെ, കാലാവധി കഴിയുന്നവരെ ക്ഷേമകാര്യ കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. ആ നിലയിൽ ഒരുമിച്ച് തന്നെ പ്രവർത്തിച്ച് സിമ്പിളാണ് പ്രവർത്തിച്ചു പോകാൻ. എന്താ സിമ്പിൾ, വളരെ സിമ്പിളാണ് ഇത്. കാരണം നമ്മൾക്കൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതെ. തീർച്ചയായിട്ടും ശിവലാലിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവിധ വരുന്ന ഈ നഗരസഭയുടെ കാലയളവും അതോടൊപ്പം തന്നെ വരുന്ന കൗൺസിൽ തിരഞ്ഞെടുപ്പിലേക്ക് താങ്കൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. മത്സരിച്ച് വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഞാൻ ഇന്നും എനിക്ക് ഇത് ഭിന്നശേഷിക്കാരുടെ ഉപകരണങ്ങൾ വിതരണം ഉണ്ടായി ടൗൺ ഹാളിൽ വെച്ച്. അതും കഴിഞ്ഞു. ഇനി നാളെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം കൂടെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന ആരാണോ അവരെ ചെയർമാൻ എന്ന നിലയിൽ അവരോട് കൂടി സഹകരിച്ച് ഈ 6 വർഷം കൗൺസിൽ 6 മാസം കൗൺസിൽ തീരുന്നത് വരെ ഒരുമിച്ച് കൊച്ചി നഗരസഭയുടെ എല്ലാ നേട്ടങ്ങൾക്കും മുൻപിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഒരു അവസരം തന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം വാക്കുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ.